ഇവിടെ ആരോ ഉള്ളതുപോലെ തോന്നി. ഇവിടെ ആരുമില്ലല്ലോ. എന്റെ ഗോപാലകൃഷ്ണ, എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ, എനിക്ക് ശക്തി തരണേ. അവളെ വേഗം കണ്ടുപിടിക്ക. നിനക്ക് മുമ്പേ അവളെ കണ്ടുപിടിക്കുന്നത് ഞാനാണെങ്കിൽ പിന്നെ ഞാൻ നിന്നെ ബാക്കി വെക്കില്ല. രോഹന്റെ അഡ്രസ് കിട്ടി. രോഹൻ, രോഹൻ, എനിക്കറിയാം എന്റെ അച്ഛനും ആ കള്ള ബ്രഹ്മചാരിയും കൂടെ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. പക്ഷെ നീ പേടിക്കണ്ട, നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. അയ്യോ അച്ഛാ, എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ എവിടെ പോകാനാ? നീ എവിടെ ചെന്നാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും പാവക്കുട്ടി. നിന്റെ ചിന്തകളും നിന്റെ തലയിലെഴുത്തും നിന്റെ ജീവിതവും എല്ലാം ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ ഞാൻ കാരണം ഞാനാണ് നിന്റെ ഭീതികർത്താവ്. അവളെ എന്റെ സാറിന്റെ അടുത്ത് എത്തിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വിശ്രമിക്കൂ. അവൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം. കണ്ടോടാ, ആരാ വന്നിരിക്കുന്നു നോക്കിയേ. ആഹാ, ആരാ ഈ അപ്സരസിനെ പറഞ്ഞയച്ചത്? കൊള്ളാം, അടിപൊളിയാ. എവളൊരു മുതല് തന്നെയാ. എന്നെ പോകാൻ അനുവദിക്കണം പ്ലീസ്. എന്താ ഇത് പൊന്നുമോളെ, അങ്ങനെ അങ്ങ് പോയാൽ എനിക്ക് എന്താ ഒരു രസമുള്ളത്? നിന്നെ കണ്ടപ്പോ എന്റെ സകല നിയന്ത്രണവും പോയിരിക്കുക. എനിക്ക് അവളോട് ഇനി കുറച്ചു സമയം സ്വർഗത്തിൽ കഴിഞ്ഞാ മതി. ഇത് പിടിച്ചേ. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്ക്. ഞാൻ അച്ഛനോടൊന്നും പറയില്ല. എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കാൻ. രോഹൻ, പിടിക്കവളെ. എന്റെ ഈശാ മേഡം, നിങ്ങളിത് എവിടെയാണോ? എനിക്ക് എവിടെ ചെന്ന് അന്വേഷിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. വിട്, എന്നെ വിടാൻ. പ്രശ്നം ഉണ്ടാക്കണ്ട ബായ്, ഞാൻ സാറിനൊന്ന് വിളിച്ചോക്കട്ടെ. നിന്റെയൊക്കെ തലക്കകത്ത് കുറച്ചെങ്കിലും വിളിവില്ലേ? ഇതുപോലൊരു ചാൻസ് പിന്നെ കിട്ടിയെന്ന് വരില്ല. ഇതുപോലൊരു സുന്ദരി പെണ്ണ് പിന്നെ കിട്ടും. നോക്ക്, കൊതി തോന്നില്ലേ? എടാ മണ്ടന്മാരെ, ഇവൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കിട്ടും. എടാ, ആവശ്യം കഴിഞ്ഞാൽ ഇവറ്റകളെ രണ്ടുപേരെയും കൊന്ന് ഇവിടെയും വലിച്ചെറിയാം. എന്നിട്ട് നമുക്ക് സ്ഥലം കാലിയാക്കാം. അയ്യോ, എന്നെ കൊല്ലല്ലേ ചേട്ടാ. ചേട്ടാ വേണ്ട ചേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് അയച്ചു വിട്. ഇവനാണ് കാമുകൻ. രോഹൻ,
രോഹൻ, നീ എന്തൊക്കെയാ പറയുന്നത്? ഐ എം സോറി ഈശ. ഇവര് നിന്നോട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഉറപ്പായിട്ട് ചെയ്യും. പക്ഷെ നിനക്ക് വേണ്ടി എനിക്ക് ജീവിതം കളയാൻ പറ്റില്ല. എന്റെ ഇനിയുള്ള ജീവിതം മുഴുവൻ നിന്റെ കൂടെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്കിൾ, എൻ്റെ പേര് രോഹൻ. എനിക്ക് ഈശയെ വളരെയധികം ഇഷ്ടമാണ്. സോറി ഈശ. രംഗട്ട, എന്നെ ഒന്ന് അഴിച്ചുവിട്. ഇവളോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. നോക്ക്, നിന്റെ കാമുകൻ നിന്നെ കളഞ്ഞിട്ട് ഓടിപ്പോയി. പക്ഷേ അവൻ പൊക്കിയോട്ടെ, നിനക്ക് ഞാനുണ്ട്. ഒരാണെങ്ങനെയാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അയ്യോ, അമ്മ എന്താ ഈ ചെയ്യുന്നത്? ഭഗവാനെ, ഞാൻ തോറ്റു. ഈ ദീപം ഞാൻ അണയ്ക്കണമെന്നുണ്ടെങ്കിൽ സൂരജിന്റെ ഭാര്യയായിട്ട് വന്ന ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയണം. ആ പെൺകുട്ടി ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചേട്ടത്തി, നിങ്ങളുടെ പുന്നാര മകൻ കല്യാണം കഴിച്ചൊന്നും അല്ല, മറിച്ച് ഗുണ്ടായുസത്തിന്റെ ലോകത്ത് സ്വന്തം പേര് ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ചതാ. ആ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ അവളുടെ അച്ഛൻ പറയുന്നത് കേട്ട് അവളെ കല്യാണം കഴിച്ച് അവളുടെ സിന്ദൂര രേഖയിൽ സിന്ദൂര ഇട്ട് ഇവിടെ കൊണ്ടുപോകും. എന്താ, സൂരജ് ഒരു പെൺകുട്ടിയെ ബലമായിട്ട് കല്യാണം കഴിച്ചതോ? ആ പെൺകുട്ടിയെ മണവാട്ടിയായിട്ടൊന്നും അല്ല കൊണ്ടുവന്നത്. നമ്മുടെ ഗുണ്ടയായ മകൻ ആ കുട്ടിയെ ബന്ദിയാക്കി തടവ് പുള്ളിയെ പോലെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ഇത് സത്യത്തിൽ ഒരു കല്യാണമൊന്നുമല്ല. ഹൃദയമില്ലാത്തൊരു ഗുണ്ട ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ആഴത്തിലുള്ള ഒരു ആഘാതമാണത്. ഇത്ര നിഷ്കളങ്കയായ ഒരു കുട്ടിയാണെന്ന് അറിയാമോ? 2 ദിവസം കൊണ്ട് അത് അസുഖം ബാധിച്ച് മരിച്ചു പോകുന്നവരെ വിചാരിച്ചു. അത്ര മോശമായിരുന്നു അവസ്ഥ. ഒരു കണക്കിന് നന്നായി അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയത്. നന്നായി ഈ നരകത്തിൽ നിന്ന് അവൾ ഓടിപ്പോയത്. ആ പെൺകുട്ടി ആരാ? എന്താ അവളുടെ പേര്? ആ പെൺകുട്ടിയെ ചേട്ടത്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവളുടെ പേര് പറയുന്നതിന് മുമ്പ് ചേട്ടത്തി എനിക്കൊരു വാക്ക് തരണം. സൂരജിന് അവൻ ചെയ്തതിനുള്ള ശിക്ഷ കൊടുക്കുമെന്നുള്ള വാക്ക്. അവനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തന്നെ പറയണം. ഒരു പെൺകുട്ടി അവളുടെ അനുവാദമില്ലാതെ ബലമായി കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഒരു ഗുണ്ടയെ ഇവിടെ താമസിപ്പിക്കണമെന്നാണോ ചേട്ടത്തി പറയുന്നത്? എനിക്ക് വാക്ക് തരണം കേട്ടോ ചേട്ടത്തി. ഇനി സൂരജിനെ ഈ വീട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് എനിക്ക് വാക്ക് തരണം. ഇല്ല, എനിക്ക് സൂരജിനെ അങ്ങനെ തള്ളിക്കളയാൻ തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയാൻ എനിക്ക് പറ്റില്ല. കാരണം സൂരജിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അറിയുന്ന സൂരജ് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ ഒരിക്കലും താലി കെട്ടില്ല. തീർച്ചയായിട്ടും അവൻ എന്തെങ്കിലും നിവൃത്തികേടുണ്ടായിട്ടുണ്ടാവും. അനിയ, സത്യം എന്താന്ന് ശരിക്കും അറിയാതെ സൂരജിനെ അങ്ങനെ ശിക്ഷിക്കാൻ പറ്റില്ല. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അങ്ങനെ ഒരു വാക്ക് എനിക്ക് തരാൻ പറ്റില്ല. ഇല്ല. ജീവിതം പലപ്പോഴും മനുഷ്യന് 2 വഴികൾ തുടങ്ങുന്നിടത്ത് കൊണ്ട് നിർത്താറുണ്ട്. പക്ഷെ സൂരജ് എപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത് തെറ്റായ വഴിയാണ്. അവൻ തെറ്റായിരുന്നു, തെറ്റാണ്, ഇനി മുന്നോട്ടും തെറ്റ് തന്നെ ആയിരിക്കും. ആ പെൺകുട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് നന്നായി. അതുകൊണ്ട് തന്നെ അവളുടെ പേരും എല്ലാം മറന്നേക്കൂ. ഈ കല്യാണം തന്നെ മറന്നേക്കൂ. എല്ലാവരും ചെല്ലും. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കൂ.
പോകാൻ